ഈ പുട്ടുണ്ടാക്കേണ്ട പരിപാടിയാണ്. ഓക്കെ, നമ്മൾ പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് അജ്മിയുടെ പുട്ടിൻ്റെ പൊടിയാണ്. സൂപ്പർ പൊടിയാണ് കേട്ടോ. ഞാൻ ഒന്നിനോട് പരിശോധിച്ച് നമ്മളിപ്പോൾ സോയാബീൻ ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് മസാല ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഉള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, ശക്കല ചിക്കൻ മസാലയും കൂടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഗരം മസാല, എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്തിട്ട് ഇതിൽ ഉള്ളി തകർത്തിരുന്ന് വെട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളി വെട്ടം നടക്കുന്നുണ്ട്. ഓയിലിങ്ങനെ ചൂടായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ സോയാബീൻ ഉണ്ടല്ലോ, മസാല ഇട്ട് സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് ആ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടോ, സോയാബീനിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കുക. പുട്ടിൻ്റെ പൊടി ഒന്ന് കുഴച്ച് വെക്കണം. നമ്മളെ മസാല ഇങ്ങനെ റെഡിയായി അല്ലേ. ചൂടുവെള്ളം, ഗരം പാനി ഡാലേഗാ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കൊണ്ടുപോയിട്ട് പുട്ടിൻ്റെ പൊടി ഒന്ന് മിക്സ് ചെയ്യാം. പുട്ടിൻ്റെ പൊടിയിലേക്ക് മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് വേണം നോക്കി ഇത് ആവിയിലിട്ടൊന്ന് വേവിച്ചിട്ട് തേങ്ങ കുറച്ചിടുക. കാര്യമോ ഒന്നും ഇല്ലാതെ തന്നെ ഈ പുട്ട് കഴിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഈ മസാലപ്പൊടിൻ്റെ പ്രത്യേകത. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ മീൻ ഫ്രൈയും കൂടി വെച്ചിട്ട് സൈഡാക്കിയിട്ട് സൂപ്പർ. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ മീൻ കറി ഉണ്ട് കേട്ടോ, താല്പര്യം ഉള്ളവർക്ക്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ പുട്ട് കഴിക്കാൻ വേണ്ടി പറ്റും.